കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. നമസ്കാരം. കടങ്ങളിൽ നിന്ന് മുക്തരാകാൻ, കടം നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് കടമാണ്. ലക്ഷം കടം, കോടി കടം, കോടി കടം. ഈ കടങ്ങളിൽ നിന്ന് നമുക്ക് മുക്തരാകാൻ എന്തൊക്കെ ചെയ്യണം? പല വഴിയും ചെയ്തു, പല മാർഗങ്ങളും ചെയ്തു, പല മന്ത്രങ്ങളും ജപിച്ചു, എന്നിട്ടൊന്നും നമ്മുടെ കോടി കടം മാറുന്നില്ല. ഋണമോചന മന്ത്രമൊക്കെ ദിവസവും ചെല്ലുന്നവരുണ്ട്, ശങ്കരാചാര്യരുടെ സ്തോത്രങ്ങൾ ജപിക്കുന്നവരുണ്ട്, കനകധാര സ്തോത്രം ജപിച്ച് ധനം വർഷിക്കുമെന്ന് വിചാരിച്ച് ജപിക്കുന്നവരുണ്ട്. പക്ഷെ ഏത് മന്ത്രവും ഏത് സ്തോത്രവും ജപിക്കുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് നമ്മളത് അർപ്പിച്ചിട്ട് വേണം അത് ചെയ്യാൻ. നമുക്കിവിടെ അതുപോലെ കടങ്ങളിൽ നിന്ന് മുക്തരാകാൻ, നമുക്ക് കടം അതാണ് എല്ലാവരുടെയും പ്രശ്നം. അതിനൊരു ദുരിത നിവാരണം വരണം. അത് വിചാരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ എൻ്റെ അവസ്ഥ ഇപ്പൊ തന്നെ മാറണം എന്ന് വിചാരിക്കാതെ എന്തായാലും നമുക്ക് നല്ലൊരു സകല ഐശ്വര്യവും സർവ്വ ഐശ്വര്യവും വരും എന്നുള്ള വിചാരത്തോടുകൂടി നമ്മൾ കടം അകലാൻ വേണ്ടിയിട്ട് ചെയ്യാം. സ്വയപ്രയത്നം കൊണ്ട്, സ്വന്തം പ്രയത്നം കൊണ്ട് കടം വീട്ടാം എന്ന ആത്മവിശ്വാസമുള്ളവര്, അതായത് ഞാൻ ഈ ചെയ്യുന്ന ജോലിയിൽ നിന്നും എനിക്ക് കിട്ടാൻ പോകുന്ന വരുമാനത്തിൽ നിന്നും എൻ്റെ ഈ കടങ്ങളെല്ലാം എനിക്ക് വീട്ടാൻ പറ്റും, അല്ലെങ്കിൽ എൻ്റെ ഇന്ന് പ്രോപ്പർട്ടി വിറ്റിട്ടോ ആസ്തി വിറ്റിട്ടോ എൻ്റെ ഈ കടങ്ങളെല്ലാം, എനിക്ക് ഇപ്പോഴുള്ള കടങ്ങളെല്ലാം വീട്ടാൻ പറ്റും എന്ന് തോന്നുന്ന വിശ്വാസമുള്ളവര്, ആത്മവിശ്വാസമുള്ളവർ. ആത്മവിശ്വാസം ഇല്ലാത്തവർ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല. ഏത് കാര്യം ചെയ്യുമ്പോൾ ആത്മവിശ്വാസം വേണമല്ലോ. അങ്ങനെയുള്ളവർ, ആത്മവിശ്വാസമുള്ളവര് സ്ഥിരമായിട്ട് ഋണമോചന ഗണപതി സ്തോത്രമോ ഋണമോചന മംഗള സ്തോത്രമോ ജപിക്കുക. സ്ഥിരമായിട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് കടം വീട്ടാൻ പറ്റില്ല എന്നുള്ളവർ വെറുതെ മന്ത്രം ജപിച്ചാൽ മാത്രം കാര്യം നടക്കില്ല. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഈ ഋണമോചന ഗണപതി സ്തോത്രവും ഋണമോചന മംഗള സ്തോത്രമോ ഋണമോചന മന്ത്രമൊക്കെ ജപിച്ചാൽ പ്രയത്നം കൊണ്ട് കടം വീട്ടാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് സാധിക്കും അത് കടം തീർക്കാൻ. പെട്ടെന്ന് കടം തീരാനുള്ള വഴി നമ്മുടെ മുമ്പിലേക്ക് തെളിഞ്ഞു വരും. എന്നാൽ എന്ത് പ്രയത്നം ചെയ്തിട്ടും, എന്ത് തന്നെ ചെയ്തിട്ടും, എന്ത് ജോലി ചെയ്തിട്ടും കടത്തിൽ നിന്ന് നമുക്ക് മോചനമില്ല എന്നുണ്ടെങ്കിൽ, മോചനം ഉണ്ടാകുന്നില്ല എന്നിൽ സാക്ഷാൽ നരസിംഹമൂർത്തിയെ നമ്മൾ അഭയം പ്രാപിച്ച് ഋണമോചന നരസിംഹ സ്തോത്രം തീവ്ര ഭക്തിയോടെ ആകെ അർപ്പിച്ച് ഡെഡിക്കേറ്റ് ചെയ്ത് തീവ്ര ഭക്തിയോടെ നിത്യം ജപിക്കുക. നരസിംഹ ഋണമോചന മന്ത്രം ഫലസിദ്ധി ധാരാളം ഇതിൽ നിന്നുണ്ടാകും.